അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഡൽഹി അതിൻ്റെ ഒരു സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ ഇനിയും മണിക്കൂറുകൾ എടുത്തേക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഇന്നലെ സ്ഫോടനം ഉണ്ടായത്. ചെങ്കോട്ട മെട്രോ സ്റ്റേഷൻ 1-ാം നമ്പർ ഗേറ്റിന് സമീപത്ത് വെച്ചാണ് വൈകുന്നേരം 6:55 തിങ്കളാഴ്ച വൈകിട്ട് 6:52 കാറ് പൊട്ടിത്തെറിക്കുന്നത്. ഇതിന് തൊട്ട് മുമ്പായിട്ടുള്ള CCTV ദൃശ്യങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. ദേശീയ മാധ്യമങ്ങളൊക്കെ അത് പുറത്തു വിട്ടിട്ടുണ്ട്. ഈ കാറ് ചെങ്കോട്ടയ്ക്ക് സമീപത്തുള്ള ഒരു മസ്ജിദിന് സമീപം നിർത്തിയിട്ടിരുന്നതായും ആ CCTV ദൃശ്യങ്ങളിൽ കാണാം. വൈകിട്ട് 3:19 പാർക്കിംഗ് സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതും 6:48 പുറത്തു പോകുന്നതും ഈ CCTV ദൃശ്യങ്ങളിലുണ്ട്. ഇതിന് തൊട്ടു പിന്നാലെയാണ് സ്ഫോടനം നടന്നത്. അങ്ങനെയെങ്കിൽ എന്തായിരുന്നു ഇവരുടെ ലക്ഷ്യം? ഇവർ ഉദ്ദേശിച്ച സ്പോട്ടിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ കാറ് പൊട്ടിത്തെറിക്കുകയാണോ ചെയ്തത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിഗമനം. അങ്ങനെയെങ്കിൽ ചാന്ദിനി ചൗക്ക് തന്നെയായിരിക്കും അവരുടെ ലക്ഷ്യം, അതോ മറ്റേതെങ്കിലും സ്പോട്ടുകളായിരിക്കും? ഇതിലൊക്കെ വ്യക്തത വരുത്തേണ്ടത് അന്വേഷണ സംഘമാണ്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വൈകുന്നേരങ്ങളിൽ ആളുകൾ തിങ്ങിക്കൂടുന്ന ചാന്ദിനി ചൗക്ക് മാർക്കറ്റ് തന്നെയായിരുന്നു അക്രമികളുടെ ലക്ഷ്യം എന്ന ആശങ്കാജനകമായ ചോദ്യവും സംശയവുമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. എന്തായാലും 3 പേർ ആ കാറിൽ ഉണ്ടായിരുന്നു. ഒരു ഡ്രൈവറുടെ മുഖം ആ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാമെങ്കിലും കാറ് മുന്നോട്ടെടുക്കുമ്പോൾ മുഖം മറച്ച ഒരാളാണ് ഈ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് എന്നാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഈ കാറ് ബദർപൂർ അതിർത്തിയിൽ നിന്നാണ് അവസാനമായി നഗരത്തിലേക്ക് പ്രവേശിച്ചത് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള യാത്രാ പാത കൂടി അന്വേഷിക്കണം. അതിൻ്റെ അന്വേഷണത്തിലായിരിക്കും ഡൽഹി പോലീസ് എന്നുകൂടി ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും സംഭവ സ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധരടക്കമുള്ളവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണവും പരിശോധനകളുമൊക്കെ പുരോഗമിക്കുകയാണ്. സജുവിലേക്കാണ്. സജു, ഇപ്പോൾ വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ പുറത്തു വരുന്നുള്ളൂ. സംഭവത്തിന്റെ ഉത്തരവാദിത്തമൊന്നും ഏറ്റെടുത്ത് ഏതെങ്കിലും ഒരു ഭീകര സംഘടന രംഗത്ത് വന്നിട്ടുമില്ല. പക്ഷേ അതിനിടയിൽ UAPA തന്നെ ചുമത്തി മുന്നോട്ട് പോകുന്നത് ഇതൊരു ഭീകരാക്രമണമാണ് എന്നുള്ള സൂചനകൾ കൂടി നൽകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ട് എന്നൊരു അനുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ആ ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇന്നലെ തന്നെ UAPA ചുമത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ, അതായത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടനത്തിന് ആസൂത്രണം ചെയ്യുന്നുള്ള ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുകയും അതിന്റെ ഭാഗമായിട്ടാണ് 4 പേരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. ഈ അറസ്റ്റ് ചെയ്തവരുടെ പക്കൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധനയൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അത് ഗുജറാത്തിൽ നിന്ന് 3 പേരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. അതിന് പിന്നാലെയാണ് ഡൽഹി, അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ നിന്നും 4 പേരെ കൂടി അറസ്റ്റ് ചെയ്തത്. ഇവരുടെ പക്കൽ നിന്നും സ്ഫോടനാത്മകമായിട്ടുള്ള അമോണിയം നൈട്രേറ്റ്, സൾഫേറ്റ് അടക്കമുള്ള രാസപദാർത്ഥങ്ങളും ലഭിച്ചിരുന്നു. അപ്പോൾ ഈ രാസവസ്തുക്കൾ ഉപയോഗിച്ച് ഇവർ സ്ഫോടനത്തിന് പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ളതാണ് പോലീസ് അന്വേഷണ സംഘം മനസ്സിലാക്കിയത് അല്ലെങ്കിൽ വ്യക്തമാക്കിയത്. അപ്പോൾ ഈ ഒരു ആക്രമണം അല്ലെങ്കിൽ ഈ ഒരു സ്ഫോടനവും കൃത്യമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയാണെന്നാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദീകരണങ്ങളും വ്യക്തതയും നൽകേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥരാണ്. അവർ ഇതുവരെയും ആ ഒരു വിശദീകരണം നൽകിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നിലവിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ അവർ ശേഖരിക്കുകയാണ്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു നിഗമനത്തിലേക്ക് എത്തുക എന്നാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, എന്തായാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൽഹിയിൽ അതിസുരക്ഷാ മേഖലയിലാണ് ഇപ്പോൾ ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ചെങ്കോട്ടയുടെ മുന്നിലെ മെട്രോ സ്റ്റേഷന് സമീപം 100 മീറ്റർ ദൂരത്തിൽ ലാൽ മന്ദിർ ജൈന ക്ഷേത്രമുണ്ട്, സിസ്ഗഞ്ച് സാഹിബ് ഗുരുദ്വാരയുണ്ട്. 1 കിലോമീറ്റർ മാത്രം അകലെ ജുമാ മസ്ജിദുണ്ട്, ഫത്തേപുരി മസ്ജിദുണ്ട്. ഇവയെല്ലാം ബന്ധിപ്പിക്കുന്നതാണ് ചാന്ദിനി ചൗക്ക്. ഈ ചാന്ദിനി ചൗക്കായിരുന്നു അക്രമികളുടെ ലക്ഷ്യം എന്ന് ഇപ്പോൾ ഒരു സംശയം ഉയരുന്നത് തീർച്ചയായും ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ്. വിനോദസഞ്ചാരികൾ, കച്ചവടക്കാർ, ആരാധനാലയങ്ങളിൽ പ്രാർത്ഥനയ്ക്കെത്തുന്ന നാട്ടുകാർ തുടങ്ങി എല്ലാ സമയവും സദാസമയവും ആയിരക്കണക്കിന് ആളുകൾ നിറഞ്ഞിരിക്കുന്ന ഡൽഹിയുടെ ഹൃദയഭാഗത്താണ് ഇപ്പോൾ ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഡൽഹിയിൽ എപ്പോഴൊക്കെ ഭീകരാക്രമണ ഭീഷണി നേരത്തെ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം വേഗത്തിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്ന ഒരു ഇടം കൂടിയാണിത്. ആ ഇടത്താണ് ഇന്നലെ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും വലിയ ഒരു സുരക്ഷാ വീഴ്ച അവിടെ ഉണ്ടായിട്ടുണ്ട്, ഇന്റലിജൻസ് വീഴ്ച അവിടെ ഉണ്ടായിട്ടുണ്ട്. ബദർപൂർ അതിർത്തി കടന്ന് ഈ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു കാർ എങ്ങനെ ഡൽഹിയിൽ ആളുകൾ തിങ്ങിക്കൂടി അതിസുരക്ഷാ മേഖലയിലേക്ക് എത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.
ഈ തിരക്കേറിയ മേഖല എന്നതിലുപരി ചെങ്കോട്ടയും ജുമാ മസ്ജിദുമാണ് ഈ സ്ഥലത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. എല്ലാ കാലത്തും ഭീകരവാദികളുടെ ഭീഷണി ഉണ്ടായിരുന്നൊരു ഇടം കൂടിയാണിത്. ആ ഇടത്താണ് ഇന്നലെ രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു സ്ഫോടനമുണ്ടായത്. ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുമ്പോഴും കാര്യമായൊരു ലീഡും ആളുകൾക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നില്ല. അത് പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ഉണ്ടാകും നമ്മൾ മനസ്സിലാക്കുന്നു. നിലവിൽ 1-2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കൃത്യം നടത്തിയതോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തതോ ഗൂഢാലോചന നടത്തിയവരിലേക്ക് എത്താൻ പ്രാപ്തമായ രീതിയിലുള്ള ലീഡും ഇപ്പോൾ കാണുന്നില്ല എന്നതും കൂടി ശ്രദ്ധേയമാണ്.